2017 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ അമാനുഷിക ഹൊറർ ചിത്രമാണ് ഇറ്റ് ചാപ്റ്റർ 1 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 2 ഭാഗങ്ങളായിട്ടാണ് ഈ ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത്. മെയിനിലെ ഡെറി എന്ന സാങ്കല്പിക പട്ടണത്തിലാണ് ഈ ചിത്രത്തിന്റെ കഥ സംഭവിക്കുന്നത്. കുട്ടികളെ തിന്നുവാൻ 27 വർഷത്തിന് ശേഷം വരുന്ന ഒരു രാക്ഷസനെയും അവയെ നേരിടാൻ തയ്യാറാകുന്ന കുട്ടികളുടെയും കഥയാണ് ഇത് പറയുന്നത്. പെന്നിവൈസ് ദി ഡാൻസിങ് ക്ലൗൺ എന്ന രാക്ഷസൻ അഴുക്കുചാലിൽ നിന്ന് ഉയർന്നു വരികയും കുട്ടികളെ തിന്നാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിനെ ധൈര്യപൂർവ്വം നേരിടുകയാണ് കുട്ടികൾ. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ ചിത്രത്തിലേക്ക് പോകാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് 1988 കാലഘട്ടമാണ്. ആ സമയത്ത് 12 വയസ്സുള്ള ബിൽ ഡെൻബ്രോ തൻ്റെ 7 വയസ്സുള്ള സഹോദരൻ ജോർജിക്ക് വേണ്ടി ഒരു പേപ്പർ സിൽ ബോട്ട് നിർമ്മിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ നിർമ്മിക്കുന്നത്. അപ്പോൾ കുഞ്ഞനിയൻ അവനോട് പറയുന്നുണ്ട്, ചേട്ടനും കൂടി എൻ്റെ കൂട്ടത്തിൽ ഈ ബോട്ട് കളിക്കാൻ ഒന്ന് വരുമോ? പക്ഷേ ചേട്ടൻ പറയുന്നുണ്ട്, എനിക്ക് സമയമില്ല, അതുകൊണ്ടല്ലേ മോന് ഞാൻ നല്ല ബോട്ട് തന്നെയല്ലേ ഉണ്ടാക്കി തരുന്നത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് തൻ്റെ കുഞ്ഞനിയന് വേണ്ടി അവൻ ആ ബോട്ട് നിർമ്മിച്ചു കൊടുക്കുന്നു. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ബോട്ട് കിട്ടിയ സന്തോഷത്താൽ ജോർജി ആ ബോട്ടും കൊണ്ട് മഴയത്തേക്ക് ഓടി. അവൻ ഉടൻ തന്നെ ആ ബോട്ട് വെള്ളത്തിലേക്ക് ഇറക്കിയതും ആ ബോട്ട് വളരെ ശക്തിയോടുകൂടി മുന്നോട്ട് പാഞ്ഞു. ആ ബോട്ടിന്റെ പോക്ക് കണ്ട് ജോർജിയും അതിനൊപ്പം തന്നെ ഓടി. പക്ഷേ പെട്ടെന്ന് അവിടെ ഒരു ബോർഡിൽ തട്ടി അവൻ താഴേക്ക് വീഴുകയാണ്. ആ സമയം കൊണ്ട് തന്നെ ആ ബോട്ട് പെട്ടെന്ന് ഒരു അഴുക്കുചാലിലേക്ക് വീണുന്നു. ആ അഴുക്കുചാലിൽ വീണ ബോട്ട് അവൻ കയ്യെത്തി പിടിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് 2 ഉണ്ടക്കണ്ണുകൾ അവനെ നോക്കുകയാണ്. ഇത് ആരാണെന്ന ആശങ്കയോടെ അവൻ അതിനെ നോക്കുമ്പോൾ ആ കണ്ണുകളുടെ ഉടമസ്ഥൻ അവനോട് പറഞ്ഞു, മോൻ ഈ ബോട്ടിൽ കളിക്കുകയാണോ? നിനക്ക് ഈ ബോട്ടാണ് വേണ്ടിയത്. ചേട്ടൻ നിനക്ക് സ്നേഹപൂർവ്വം തന്ന ബോട്ടാണിതല്ലേ. ഒരു കാര്യം ചെയ്യൂ, മോൻ ഈ ബോട്ട് കൊണ്ടുപോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ആ കണ്ണുകളുടെ ഉടമസ്ഥൻ അവന് ആ ബോട്ട് എടുത്ത് നൽകിയാണ്. അങ്ങനെ ജോർജ് ആ ബോട്ട് മേടിക്കാൻ കൈ നീട്ടുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആ മനുഷ്യൻ അവൻ്റെ കയ്യിൽ കടിക്കുകയാണ്. അത് പെട്ടെന്നൊരു രാക്ഷസനായി മാറുകയാണ്. അതാണ് പെന്നിവൈസ് എന്ന രാക്ഷസൻ. ആ സമയം കൊണ്ട് തന്നെ ജോർജിയെ അവൻ കടിച്ച് വെള്ളത്തിലേക്കിടുന്നു. പെരുമഴയും കാറ്റും കാരണം അവൻ്റെ കരച്ചിൽ പോലും ആരും കേട്ടില്ല. പിന്നീട് കാണിക്കുന്നത് 1 വർഷത്തിന് ശേഷമാണ്. ബില്ല് പഠിക്കുന്ന സ്കൂളാണ് കാണിക്കുന്നത്. ബില്ലിന് 3 ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ട്. റിച്ചി, എഡ്ഡി, സ്റ്റാൻലി എന്നിവരാണ് ആ കൂട്ടുകാർ. ഇവരെ കൂടാതെ മറ്റൊരു വഴക്കാളി ഗ്രൂപ്പ് കൂടി അവിടെയുണ്ട് കേട്ടോ. ഹെൻറി എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ തലവൻ്റെ പേര്. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ ഇടയിലുമുണ്ട് മറ്റൊരു വഴക്കാളി പെൺകുട്ടി. നമ്മുടെ നായികയുടെ പേര് ബീവർലി എന്നാണ്. അവളൊരു പാവം പെൺകുട്ടിയാണ്. പക്ഷേ ഈ ബീവർലി എപ്പോഴും ഉപദ്രവിക്കുക എന്നാണ് ഈ വില്ലത്തി പെൺകുട്ടിയുടെ ജോലി. അതുപോലെ തന്നെ അവിടെ മറ്റൊരു നിയമം കൂടിയുണ്ട്. ഡെറി എന്ന പട്ടണത്തിലാണല്ലോ ഇവർ താമസിക്കുന്നത്. 7 മണി കഴിഞ്ഞാൽ കുട്ടികൾ ആരും പുറത്തിറങ്ങരുത് എന്നാണ് നിയമം. കാരണം 7 മണി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികളെ കാണാനില്ലത്രേ. ഇപ്പോൾ തന്നെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരമ്മ തൻ്റെ മകളെയും കാത്തു നിൽപ്പുണ്ട്. ആ അമ്മയുടെ മകളെയും കാണാതായതാണ്. എപ്പോഴെങ്കിലും തൻ്റെ മകൾ ആ സ്കൂളിൽ നിന്നും പുറത്തു വന്ന് തന്നെ അമ്മയെന്ന് വിളിക്കുമെന്നാണ് അവരുടെ അങ്ങനെ ആ സമയത്ത് ബില്ലും കൂട്ടുകാരും അവിടെ സംസാരിച്ചു നിൽക്കുകയാണ്. ബില്ല് തൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു, നാളെ നമുക്ക് ചതുപ്പിൽ പോയാലോ? വെക്കേഷൻ ആയില്ലേ? കൂട്ടുകാരൊന്നും എതിർത്തൊന്നും പറഞ്ഞുമില്ല. അങ്ങനെ സമ്മതമാണെന്ന് കരുതി അവർ ആ ചതുപ്പിലേക്ക് പോകാൻ തീരുമാനിച്ചു. കാരണം ബില്ലിൻ്റെ അനിയൻ ജോർജിയെ കാണാതായത് ഒരു അഴുക്കുചാലിലാണല്ലോ. ആ അഴുക്കുചാലിലെ വെള്ളം മുഴുവൻ ചെന്ന് ചേരുന്നത് ഈ ചതുപ്പിലാണ്. അങ്ങനെ ബില്ല് തിരിച്ച് തൻ്റെ വീട്ടിലെത്തി. ബില്ല് ആ അഴുക്കുചാലിൻ്റെയും അതുപോലെ തന്നെ അത് ചെന്ന് ചേരുന്ന ചതുപ്പിൻ്റെയും ഒരു മോഡൽ തന്നെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. വീട്ടിലെത്തിയ ഉടനെ തന്നെ അവൻ തൻ്റെ പിതാവിനെ വിളിച്ചു, അച്ഛ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. അച്ഛൻ നോക്കിയപ്പോൾ അവൻ തൻ്റെ കയ്യിലിരുന്ന ഒരു സാധനം ആ ഒരു കുഴലിലൂടെ ഇട്ടു. അത് ചെന്ന് ചേരുന്ന ഒരു ബോക്സിലെ വെള്ളത്തിലേക്കാണ്. എന്നിട്ട് അവൻ പറഞ്ഞു, അച്ഛ എങ്ങനെ പോയാലും എൻ്റെ കുഞ്ഞനിയൻ ജോർജി ആ അഴുക്കുചാലിൽ വീണിട്ടുണ്ടെങ്കിൽ ആ ചതുപ്പിൽ തന്നെ കാണും. നമുക്കത് പോയി അന്വേഷിക്കണ്ടേ? ഉടനെ തന്നെ ഇത് കേട്ടപ്പോൾ പിതാവിന് ദേഷ്യമാണ് വന്നത്. അവൻ പറഞ്ഞു, കാരണം പിതാവ് ഓർത്ത് തൻ്റെ ഈ മകനെ കൂടി തനിക്ക് നഷ്ടപ്പെട്ടാലോ എന്നാണ്. ആ പിതാവ് വളരെ ദേഷ്യത്തോടെ ബില്ലിനോട് പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നിന്റെ അമ്മ വരുന്നതിന് മുമ്പ് ഇതെല്ലാം എടുത്തു മാറ്റിക്കോ. അവൻ എന്തായാലും മരിച്ചു, അവനെ ഇനി നമുക്ക് തിരിച്ചു കിട്ടില്ല. ഈ സമയത്ത് മറ്റൊരു സംഭവം കൂടി ആ സ്കൂളിൽ നടക്കുന്നുണ്ട്. നമ്മുടെ നായികയായ ബിവേർലി വീട്ടിൽ പോകാനായി ഇറങ്ങിയപ്പോൾ ബെൻ എന്നൊരു കുട്ടി അവിടെ നിൽക്കുന്നത് കണ്ടു. ഈ ബെൻ എന്ന കുട്ടി ഹെൻറിയുടെയും കൂട്ടുകാരുടെ നോട്ടപ്പുള്ളിയാണ്. അവർ അവനെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ബിവേർലി അവനോട് പറയുന്നുണ്ട്, ഹെൻറിയും കൂട്ടുകാരും അവിടെ നിൽപ്പുണ്ട്, നീ അതിലെ പോകണ്ട, ഈ സൈഡിൽ കൂടെ പോയാൽ മതിയെന്ന്. അപ്പോൾ ബെന്നിനും ബിവർലിയോട് ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത്
കാണിക്കുന്നത് മൈക്ക് എന്ന ഒരു ആൺകുട്ടിയാണ്. അവന്റെ അച്ഛന് ആട് വളർത്തലാണ് തൊഴിൽ. ആടിനെ വളർത്തി അതിന്റെ മാംസം സിറ്റിയിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് അവരുടെ ജോലി. അങ്ങനെ മൈക്ക് ഒരു ദിവസം ആടിന്റെ മാംസവുമായി സിറ്റിയിലേക്ക് വരികയാണ്. അങ്ങനെ കടയിൽ കൊടുക്കാനായി അവൻ വന്നപ്പോഴാണ് ഹെൻറിയൻ ടീമിനെ അവൻ കാണുന്നത്. അവൻ പേടിച്ചുപോയി. കാരണം ഹെൻറിയുടെയും ടീമിന്റെ ഒരു നോട്ടപ്പുള്ളി കൂടിയാണ് ഈ മൈക്ക് എന്ന ചെറുക്കൻ. അങ്ങനെ ഹെൻറിയെ കൂട്ടരെയും കണ്ടതും അവൻ പെട്ടെന്ന് ഒരു വാതിലിന്റെ സൈഡിലേക്ക് ഒളിക്കുകയാണ്. അവർ ഭാഗ്യത്തിന് ഇവനെ കണ്ടില്ല കേട്ടോ. അവർ പോയതും അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നിറങ്ങി ഈ മാംസം വിൽക്കുവാനായി പോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ നിന്നും രക്ഷിക്കണേ എന്നൊരു ശബ്ദം പോലെ അവന് തോന്നിയത്. നോക്കിയപ്പോൾ ആരോ ഒരു വാതിൽ ശക്തിയായിട്ട് ഇട്ടടയ്ക്കുന്നുമുണ്ട്. ആ വാതിൽ കൊളുത്തിട്ടിരുന്നു. അവൻ നോക്കിയപ്പോൾ ആ വാതിലിന്റെ വിടവിൽ കൂടി കത്തിക്കരിഞ്ഞ കൈവിരലുകളാണ് അവൻ കാണുന്നത്. അവൻ പേടിച്ചുപോയി. പതിയെ പേടിയോടുകൂടി അവൻ ആ വാതിലിന്റെ അടുക്കിലേക്ക് ചെന്നു. ആ വാതിലിന്റെ അടുത്ത് ചെന്ന് അവൻ വാതിൽ പതിയെ തുറക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ആ വാതിൽ പെട്ടെന്ന് തന്നെ തുറന്നു. അവൻ ആ അകത്തെ കാഴ്ച കണ്ടപ്പോൾ പെട്ടെന്ന് പേടിച്ചുപോയി. കാരണം അവൻ കണ്ടത് രണ്ട് ഉണ്ട കണ്ണുകളുള്ള വികൃതമായ ഒരു രൂപമായിരുന്നു. അത് നമ്മുടെ പെന്നിവൈസ് എന്ന രാക്ഷസനായിരുന്നു. അവൻ പേടിച്ചിങ്ങനെ നിന്നപ്പോഴാണ് ഹെൻറിയും കൂട്ടരും പെട്ടെന്ന് തന്നെ അതിലേ വന്നത്. അവർ അവനെ ഇടിച്ചു തെറിപ്പിക്കാൻ നോക്കി. പെട്ടെന്ന് അവൻ സൈഡിലേക്ക് മാറി. എന്നിട്ട് ഹെൻറി അവനൊരു താക്കീതും കൂടെ കൊടുത്തു, നിന്നെ മേലിൽ ഈ പട്ടണത്തിൽ കണ്ടുപോകരുത് എന്ന്. അങ്ങനെ പറഞ്ഞ് അവർ പോയെങ്കിലും അവന്റെ പേടി മാറിയിരുന്നില്ല. കാരണം അവന്റെ മനസ്സിൽ എപ്പോഴും പെന്നിവൈസ് എന്ന രാക്ഷസനാണ്. പിന്നീട് കാണിക്കുന്നത് സ്റ്റാൻലിയാണ്. അവൻ പള്ളിയിലിരുന്ന് ഒരു ബുക്ക് വായിച്ചതിന് ശേഷം ആ ബുക്ക് തിരികെ കൊണ്ടുവെക്കാൻ പോയി. അപ്പോൾ അതിൻ്റെ അടുത്തിരുന്ന് ഒരു ചിത്രം താഴെ വീഴുകയാണ്. അതിൻ്റെ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. അവന് ആ ചിത്രം കാണുന്നത് എപ്പോഴും പേടിയായിരുന്നു. എന്നാലും ആ പേടിയൊന്നും വകവയ്ക്കാതെ അവൻ ആ ചിത്രം എടുത്ത് ചുമരിൽ തൂക്കുവാൻ വേണ്ടി പോയി. അവൻ ആ ചിത്രം പതിയെ എടുത്ത് ചുമരിൽ തൂക്കി. അതിൻ്റെ പുറകുവശത്തേക്ക് അവൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു സ്ത്രീരൂപം തന്നെ നോക്കി ചിരിക്കുന്നതാണ് കണ്ടത്. അതും ഭയാനകമായ ഒരു സ്ത്രീരൂപം. പെട്ടെന്ന് തന്നെ അവൻ പേടിച്ച് അവിടെ നിന്നും ഓടി. അത് മറ്റാരുമായിരുന്നില്ല, പെന്നിവൈസ് എന്ന രാക്ഷസൻ തന്നെയായിരുന്നു. അയാളുടെ ഒരു മാജിക്കായിരുന്നു അതും. ഇതേ സമയം നമ്മുടെ ബെൻ എന്ന കുട്ടി ലൈബ്രറിയിലിരുന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് വായിക്കാൻ കിട്ടിയതോ അവനെ പേടിപ്പിക്കുന്ന ഒരു പുസ്തകവും. ആ പുസ്തകത്തിൽ ഡെറി എന്ന പട്ടണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ അവൻ വായിച്ചു വന്നപ്പോൾ കണ്ടത് ഡെറി എന്ന പട്ടണത്തിൽ 1908 ഒരു അപകടം നടന്നിട്ടുണ്ടെന്നും ആ ഫാക്ടറി പൊട്ടിത്തെറിച്ചപ്പോൾ 88 കുട്ടികൾ മരിച്ചിട്ടുണ്ടെന്നുമാണ്. ആ വാർത്ത വായിക്കുകയും ചിത്രം കാണുകയും ചെയ്തപ്പോൾ അവന് വളരെയധികം പേടി തോന്നി. അപ്പോഴാണ് അവൻ അവിടെ ഇരുന്ന ഒരു പത്രം ശ്രദ്ധിച്ചത്. ആ പത്രത്തിൽ ഇങ്ങനെയായിരുന്നു വാർത്ത: ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ അത് ബെറ്റിയല്ല എന്ന്. അങ്ങനെ അവൻ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അവന്റെ മുമ്പിൽ കൂടി ഒരു ബലൂൺ പറന്നു പോകുന്നത് അവൻ കണ്ടത്. ആ ബലൂൺ കണ്ടപ്പോൾ അവന് വളരെയധികം ഇഷ്ടമായി. അത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ പെന്നിവൈസ് തന്നെയായിരുന്നു. പക്ഷെ ബെന്നിന് ഈ പെന്നിവൈസിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവൻ ആ ബലൂൺ കിട്ടുവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഗ്രൂപ്പിലെ ഓരോ അംഗവും പെന്നിവൈസിന്റെ പേടിപ്പിക്കുന്ന കുസൃതിക്ക് ഇരയായി. തലയില്ലാത്ത ഒരു മരിക്കാത്ത ആൺകുട്ടി ബെന്നിനെ പിന്തുടരുന്നതായും കുട്ടികൾക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരാൾ ബെവർലിയെ ആക്രമിക്കുന്നതായും എഡ്ഡിയെ അഴുകിയ ഒരു കുഷ്ഠരോഗി പിന്തുടരുന്നതായും എല്ലാം ഇവർ കാണുകയുണ്ട്. മൈക്ക് കാണുന്നത് തൻ്റെ മാതാപിതാക്കളെ ജീവനോടെ കത്തിക്കുന്നതായിട്ടാണ്. ജോർജിയുടെ ഒരു പ്രേതം ബില്ലിനെ വേട്ടയാടുന്നുണ്ട്. ദി ലൂസേഴ്സ് ക്ലബ്ബ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അവർ തങ്ങളെല്ലാം ഇറ്റെ എന്ന് പേര് വിളിക്കുന്ന പെന്നിവൈസിന്റെ ഇരകളാണെന്ന് മനസ്സിലാക്കുന്നു. ഡെറിയുടെ കുട്ടികളെ പോറ്റാൻ 27 വർഷത്തിലൊരിക്കൽ ഹൈബർനേഷനിൽ നിന്ന് ഉണർന്ന് അഴുക്കുചാലിലൂടെ സഞ്ചരിക്കുന്നുവെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. ഈ അഴുക്കുചാലുകളെല്ലാം ചെന്നു ചേരുന്നത് നീബോൾഡ് സ്ട്രീറ്റിലെ ഉപേക്ഷിക്കപ്പെട്ട വീടിനടിയിലെ ഒരു പഴയ കിണറിലേക്കാണെന്നും അവർ കണ്ടെത്തുന്നു. അങ്ങനെ ബില്ലിന്റെ ഗാരേജിലെ ഫോട്ടോകൾ നോക്കുമ്പോൾ പെന്നിവൈസ് അവരെ പെട്ടെന്ന് ആക്രമിക്കുന്നു. പെന്നിവൈസിനോട് ബെവർലിക്ക് വലിയ ഭയമൊന്നും തോന്നുന്നില്ല. ആ സംഘം അവരെ നേരിടാൻ തുനിയുന്നുണ്ട്. പക്ഷെ എന്നാലും ഭയം കാരണം അവർ മാറി നിൽക്കുകയാണ്. ആ സമയത്ത് പെന്നിവൈസും ബില്ലും കൂടി ജോർജിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് ആക്രമണം നടത്തുന്നു. പക്ഷെ ബെവർലി അവിടെ ഉണർന്നു പ്രവർത്തിക്കുകയാണ്. ഒരു ലോകമുള്ളുകൊണ്ട് അയാളുടെ തലയിൽ ബെവർലി കുത്തുന്നു. ബെന്നിനെ പരിക്കേൽപ്പിച്ച ശേഷം പെന്നിവൈസ് ഉടനെ തന്നെ പിൻവാങ്ങുന്നു. അങ്ങനെ ബില്ലും ബെവർലിയും മാത്രം പെന്നിവൈസുമായി പോരാടുമ്പോൾ മറ്റുള്ള സംഘാംഗങ്ങൾ ഓടിപ്പോവുകയാണ്. ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ബെവർലി തന്റെ പിതാവുമായി പ്രശ്നത്തിലേർപ്പെടുകയാണ്. ആ സമയത്ത് പെന്നിവൈസ് അവളെ തട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ അങ്ങനെ പൊരിഞ്ഞടി നടക്കുകയാണ് കേട്ടോ. ലൂസേഴ്സ് ക്ലബ്ബ് അഴുക്കുചാലിലേക്ക് ഇറങ്ങുകയും പെന്നിവൈസിന്റെ ഗുഹ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അതിൽ ജീർണിച്ച ഒരു സർക്കസ് പ്രോപ്പുകളും കുട്ടികളുടെ വസ്തുക്കളും അടങ്ങിയിട്ടുണ്ടായിരുന്നു. പെന്നിവൈസിന്റെ ആക്രമണത്തെ തുടർന്ന് ബെവർലിക്ക് ബോധം പോയിരുന്നു. ബോധം വീണ്ടെടുത്ത് അവൾ കണ്ടത് പെന്നിവൈസ് തന്റെ മുമ്പിലായി നിൽക്കുന്നതാണ്. അവളെ പേടിപ്പിക്കുവാനായി പെന്നിവൈസ് പല രീതിയിലും കാണിക്കുന്നുണ്ട്. ഡാൻസ് കളിക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് ഓർക്കപ്പുറത്ത് ചാടി വന്ന് അവളെ പേടിപ്പിക്കുന്നുണ്ട്. അവസാനം അവളെ കഴുത്തെ പിടിച്ചു പൊക്കി. അപ്പോൾ അവൾ പറഞ്ഞു, നീ എന്തൊക്കെ കാണിച്ചാലും എനിക്ക് നിന്നെ ഒരു പേടിയുമില്ല. അത് കേട്ടപ്പോൾ കോപം വന്ന പെന്നിവൈസ് വായ് തുറന്ന് അവന്റെ ഉഗ്രരൂപം അവളെ കാണിക്കുകയാണ്.
പല്ലുകൾ മാത്രമുള്ള ഒരു വികൃത രൂപം. അതുതന്നെയല്ല, അവന്റെ വായിൽ നിന്ന് എന്തോ ഒരു പ്രകാശം വന്ന് അവളുടെ കണ്ണിലേക്ക് അടിക്കുകയും അവൾ മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ ബോധം പോയി അന്തരീക്ഷത്തിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യുകയും. അങ്ങനെ ആ സമയത്താണ് ബിൽ ജോർജിയെ കാണുന്നത്. ജോർജിയെ കണ്ട സന്തോഷത്തിൽ അവൻ അവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. അവന്റെ കയ്യിൽ തോക്കുമുണ്ട് കേട്ടോ. എന്നാൽ അവർ ഓടിച്ചെന്ന് നിന്നത് ബിവർലി കിടക്കുന്ന സ്ഥലത്താണ്. അവൾക്കാണെങ്കിലോ യാതൊരു ബോധവുമില്ലാതെ അവൾ അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കുകയാണ്. ഉടൻ തന്നെ ബെൻ അവളെ കെട്ടിപ്പിടിച്ച് താഴെ ഇറക്കി. താഴെ തറയിൽ കാല് കുത്തിയതും അവൾക്ക് തിരികെ ബോധം വരികയും ചെയ്തു. എന്നാൽ ഈ സമയത്ത് ജോർജിയുടെ അടുത്ത് നിൽക്കുകയാണ് ബില്ല്. ഇമോഷണലായിട്ട് പല കാര്യങ്ങളും അവർ സംസാരിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ ബില്ലിന് കാര്യം മനസ്സിലായി. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ജോർജി അല്ലെന്നും പെന്നിവൈസ് ആണെന്നും അവന് മനസ്സിലായി. അവൻ ഉടനെ തന്നെ ഒരു വെടി പൊട്ടിക്കുകയാണ്. പെട്ടെന്ന് ജോർജ് നിലത്തേക്ക് വീണ ഉരുളുകയാണ്. അങ്ങനെ ഉരുണ്ടുരുണ്ട് പെടച്ച് അവസാനം അവൻ ആ പെന്നിവൈസിന്റെ രൂപത്തിലേക്ക് വരുന്നു. അപ്പോഴേക്കും വീണ്ടും അവൻ ഒരു വെടി കൂടി വെച്ചു. അങ്ങനെ ലൂസേഴ്സ് ക്ലബ്ബ് പെന്നിവൈസിനെ അടിക്കുകയും പിന്നീട് ബെവർലി ഒരു പൊട്ടിയ പൈപ്പ് ഉപയോഗിച്ച് അവന്റെ മുഖത്ത് കുത്തുകയും ചെയ്യുന്നു. പെട്ടെന്നത് പിന്നോട്ട് പോയി ഒരു കിണറ്റിലേക്ക് വീഴുകയാണ്. ബിൽ ജോർജിയുടെ രക്തം പുരണ്ട റെയിൻകോട്ട് കണ്ടെത്തുന്നു. അവൻ കരയുമ്പോൾ സംഘം അവനെ ആശ്വസിപ്പിക്കും. അങ്ങനെ ഈ സംഭവമെല്ലാം കഴിഞ്ഞ് കുറച്ചു നാളുകൾക്ക് ശേഷം ഈ സംഘാംഗങ്ങൾ എല്ലാവരും ഒത്തുകൂടി. അപ്പോൾ ബെവർലി താൻ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് അവരോട് പറയുകയായിരുന്നു. അവൾ പറയുന്നുണ്ട്, വീണ്ടും നമ്മളെല്ലാവരും ആ ചതുപ്പിനടുത്ത് നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. മാതാപിതാക്കൾക്കൊക്കെ വളരെ പ്രായമായിരുന്നു, പക്ഷെ നമുക്കും വളരെയധികം പ്രായമുണ്ട്. അത്രമാത്രമേ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടി പറയുകയാണ്, ഇനിയും നമ്മൾ കിണറ്റിൽ തള്ളിയിട്ട പെന്നിവൈസ് ചത്തിട്ടില്ലെങ്കിൽ, അത് ഇനിയും തിരിച്ചു വരികയാണെങ്കിൽ അതിനെ നേരിടുവാൻ നമ്മളെല്ലാവരും വീണ്ടും ഒരുമിച്ച് കൂടും. ഇത് നമ്മുടെ വാക്കാണ് എന്ന് പറഞ്ഞ കുട്ടികൾ തങ്ങളുടെ കൈ മുറിക്കുകയാണ്. തങ്ങളെല്ലാവരും പെന്നിവൈസിനെ നേരിടുവാൻ ഇനിയും 27 വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചു കൂടും എന്ന പ്രതിജ്ഞ. ഇത് കാണിച്ചുകൊണ്ടാണ് ആ ചിത്രം അവസാനിക്കുന്നത്. ഈ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും പുതിയൊരു ചിത്രവുമായി നമുക്ക് കാണാം. അതുവരേക്കും താങ്ക് യു.